കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസ് എൽസ് ഇഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് ലൂപ്പിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ലൂപ്സ് മാക്സിമം ഞാൻ എല്ലാം ലൂപ്പും കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ലൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് CPP വരുന്ന ലൂപ്പ് ഫോർ ലൂപ്പ്, വൈൽ, ഡു വൈൽ, ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടി ഹയർ വെർഷൻസിൽ ഫോർ ഈച്ച് ലൂപ്പും കൂടെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ കവർ ചെയ്യണില്ല. പിന്നെ പലരും ടർബോ CPP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫോർ ഈച്ചും സാധനങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല, അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യണില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫോർ ലൂപ്പിനെ പറ്റി പറയുന്നതിന് മുന്നേ ലൂപ്പിൻ്റെ അകത്ത് എപ്പോഴും 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോർ ലൂപ്പിൽ ഫോർ i = 0 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് കൊടുക്കൂലേ, അതിനെ പറയുന്നത് വേരിയബിൾ ഇനിഷ്യലൈസേഷനാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ലൂപ്പിൻ്റെ ആദ്യ ഭാഗത്ത് ഫസ്റ്റ് എക്സിക്യൂഷൻ്റെ സമയത്ത് മാത്രമാണ് ഇനിഷ്യലൈസേഷൻ നടക്കുക. പിന്നീട് ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇനിഷ്യലൈസേഷൻ പിന്നെ നടക്കത്തില്ല. സെക്കൻഡ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യുക, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഓരോ എക്സിക്യൂഷൻ ടൈമിലും ഇവാലുവേറ്റ് ചെയ്യും. അതാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനപ്പോൾ ഇവിടെ ഇൻറ്റീജർ വാല്യൂസ് പ്രിൻ്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റ് വെച്ചിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻറ്റ് i എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം, അതുകൊണ്ട് ഇൻറ്റ് i = 0 എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇനിഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു സെമിക്കോളൻ ഇട്ട് വെച്ചു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു എക്സിക്യൂഷന് വേണ്ട കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 0 to 4 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ i < 5 കൊടുത്തു. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫോർ ലൂപ്പ് 0 തൊട്ട് 4 വരെ ഉള്ള വാല്യൂസ് ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. 5 വരുമ്പോൾ കണ്ടീഷൻ തെറ്റും, കാരണം ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ 5 < 5 എന്നുള്ളത് കണ്ടീഷൻ തെറ്റാണ്. അതുകൊണ്ട് ലൂപ്പ് ടെർമിനേറ്റ് ആവും. അതുകൊണ്ട് 0 to 4 വരെ ആയിരിക്കും പ്രിൻ്റ് ആയി വരിക. അങ്ങനെ കണ്ടീഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം അതും സെമിക്കോളനിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു വേരിയബിളിൻ്റെ ഇൻക്രിമെൻ്റ് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ജസ്റ്റ് എനിക്ക് ഓരോ നമ്പറും പ്രിൻ്റ് ആയി വരണം, അതുകൊണ്ട് i++ എന്നും പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇൻക്രിമെൻ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക, എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓപ്പൺ ചെയ്യുക. ബോഡി ഓപ്പൺ ചെയ്യാനായിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഫോർ ലൂപ്പിൻ്റെ ബോഡിക്കകത്ത് കയറും. ഇവിടെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഔട്ട് ചെയ്യാണ് i എന്നുള്ള ആ വേരിയബിൾ. എന്നിട്ട് നമ്മളുടെ ആ ഒരു വ്യൂ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റത്ത് എൻഡിൽ കൊടുക്കുകയാണ്. അപ്പോൾ എൻഡിൽ കൊടുക്കുമ്പോൾ ഓരോ ലൈനിൽ വെച്ചിട്ട് അടുത്ത ലൈനിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റൺ ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ 0 to 4 വരെ നമുക്ക് പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു ഈക്വൽ സൈനും കൂടെ കൊടുക്കുകയാണെങ്കിൽ 5 അടക്കം പ്രിൻ്റായി വരും, ഇതുപോലെ. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു വർക്കിംഗ്. ഇത് അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മളിപ്പോൾ സാറ്റൊക്കെ കളിക്കുമ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞ് എണ്ണൂലേ, ആ ഒരു പാറ്റേൺ പോലെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട നമ്പേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾസ് പ്രിൻ്റ് ചെയ്താൽ മതിയെങ്കിൽ i +=
2 കൊടുക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യം 2 എണ്ണം വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. ഇനിയിപ്പോൾ ഇത് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നമ്മുടെ 2 വെച്ചിട്ട് മൾട്ടിപ്പിൾ ആവുന്ന നമ്പേഴ്സ് ആയിരിക്കും പ്രിൻ്റായി വരിക. ഇപ്പോൾ 0 അത് കോമൺ ആണ്, 2 2ൻ്റെ മൾട്ടിപ്പിളാണ്, 4 4ൻ്റെ 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇൻക്രിമെൻ്റ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ലൂപ്പ് ഇവിടം കൊണ്ട് നമ്മൾ ഒരു ബേസിക് ഐഡിയ ആയി. ഇനി അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ വൈലാണ്. അപ്പോൾ വൈൽ ലൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് നോക്കാം. വൈൽ ലൂപ്പിൻ്റെ കേസിൽ നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ലൂപ്പിന് പുറത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സാധാരണ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണ പോലെ ഇൻറ്റ് i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് വൈൽ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈൽ എന്നുള്ള കീവേഡ് കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എനിക്ക് എന്താ പറയുക 4 വരെ പ്രിൻ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് എഴുതിയ സെയിം ലോജിക്ക് തന്നെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അന്നേരം ഞാൻ i ലെസ് ദാൻ ഈക്വൽ ടു കൊടുക്കണില്ല, i ലെസ് ദാൻ 5 കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വൈൽ ലൂപ്പിൻ്റെ അകത്ത് കയറി എന്നിട്ട് ജസ്റ്റ് സി ഔട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ റൺ ചെയ്തു, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രോഗ്രാം എൻലെസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇത് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യില്ല. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കില്ല. ഇവിടെ ഇപ്പം എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു, അതായത് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാനുള്ളത് അതും നമ്മൾ കൊടുത്തു. പക്ഷെ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേഷൻ അത് നമ്മൾ ചെയ്തില്ല. അപ്പോൾ വൈൽ ലൂപ്പ് ഡു വൈലൊക്കെ വരുമ്പോൾ അത് ഈ ബോഡിക്ക് അകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഫോർ ലൂപ്പിൻ്റെ കേസിൽ നമുക്കത് ഒറ്റയടിക്ക് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കത് മെൻഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ പലർക്കും ഇങ്ങനെ തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് സി ഔട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ പോയിട്ട് i++ കൊടുക്കുക, എന്നിട്ട് സെമിക്കോളൻ ഇട്ടിട്ട് ഒന്നുകൂടി റൺ ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പാലിയൻഡ്രോമിൻ്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ സ്ട്രിങ് റിവേഴ്സ് ചെയ്യണ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എറർ വരാറുണ്ട്. അപ്പോൾ അതും നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ i++ മാറ്റിയിട്ട് i+ ഓർ ഈക്വൽ ടു 3 വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പ്ലസ് ഈക്വൽ ടു കൊടുത്ത് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ 3 ആയിരിക്കും പ്രിൻ്റ് ആയി വരിക. 0യും 3യും വരും. 0 കോമൺ ആയതുകൊണ്ട് അതും കയറി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ലോജിക്ക് വന്നത്. ഇതും അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. ഇതിനും വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, ഫോർ ലൂപ്പ് പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ ആ ഇൻഫിനിറ്റ് ആയിട്ട് വൈൽ ലൂപ്പ് ഓടിക്കൊണ്ടേയിരിക്കും. വൈൽ ലൂപ്പ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ പറഞ്ഞ പോലെ പാലിയൻഡ്രോം, റിവേഴ്സ് അങ്ങനത്തെ പ്രോഗ്രാംസിനും പിന്നെ മെനു ഡ്രിവൺ പ്രോഗ്രാംസിനും നമുക്ക് ഈ ഒരു വൈൽ ലൂപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മളെന്തായാലും വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മെനു ഡ്രിവൺ പ്രോഗ്രാം എങ്ങനെ എഴുതണ്ടേന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡു വൈൽ ലൂപ്പാണ്. ഈ ഡു വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ചവരെ ഓർത്താൽ മതി, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരിടയ്ക്ക് കണ്ടല്ലോ, ഈ ഫോണിലിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന പൈസ കിട്ടും, കോടീശ്വരനാവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞേ. അതിൻ്റെ സത്യം എന്താണ് മിഥ്യ എന്താണെന്നൊന്നും നോക്കാതെ കുറേ പേര് ഫോൺ അടിച്ച് പൊട്ടിച്ച് അവസാനം അത് വേറൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല, അങ്ങനെ പലരും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് ഡു വൈൽ തന്നെ. അതായത് എടുത്തു ചാടി പെരുമാറും, വേറൊന്നും നോക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്തതിന് ശേഷം എന്താ മോനെ പ്രശ്നം എന്ന് ചോദിക്കണ പോലെയാണ് ഡു വൈൽ വർക്ക് ചെയ്യണത്. ഇത് കുറച്ചുകൂടിയും മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സാധനം നോക്കിയാൽ മതി. ഈ ഒരു മീമിൽ വൈലും ഡു വൈലും തമ്മിലുള്ള ഡിഫറൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
വൈലിൽ എപ്പോഴും സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണയ്ക്ക് മുന്നേ കണ്ടീഷൻ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടേ വൈൽ ലൂപ്പ് ഇടപെടുള്ളൂ. പക്ഷേ ഡു വൈൽ നിങ്ങളിവിടെ ഈ ഇമേജിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ റാബിറ്റാന്ന് തോന്നുന്നു ഈ സാധനം. റാബിറ്റ് എന്താ സാധനം ആയിക്കോട്ടെ, കുരങ്ങനല്ല, റാബിറ്റ്. ഓക്കെ, അപ്പോൾ റാബിറ്റല്ലേ കുറുക്കൻ, ഈ സാധനം എടുത്തു ചാടിയാണ് ഓടുന്നത്, അതായത് താഴെയൊന്നും നോക്കാതെ എടുത്ത് ഓടുന്നു. ഈ ഒരു എക്സാമ്പിളും ഡു വൈലിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡു വൈലിൻ്റെ എക്സാമ്പിളും കൂടെ ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഡു വൈൽ നോർമൽ കേസുകളിൽ വർക്ക് ചെയ്യും, അല്ലാത്ത കേസുകളിൽ ഈ പറഞ്ഞ പോലെ എടുത്തു ചാടിയായിരിക്കും പെർഫോം ചെയ്യുക. രണ്ടും ഞാൻ എക്സാമ്പിൾ എന്തായാലും കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ വൈൽ ലൂപ്പിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തു കളഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ്സ് മൂന്നും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കളയാനുള്ള പകരം ഡു വൈൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഡു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഡൂവിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം, അതായത് സി ഔട്ട് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുക, ഐ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടീഷൻ കൊടുക്കണ്ടെന്ന്. കണ്ടീഷൻ ഡു വൈലിലെ ഏറ്റവും അവസാനമാണ് കൊടുക്കുന്നത്. ആദ്യം ബോഡിക്കകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഐ പ്രിൻ്റ് ചെയ്യാനുള്ള സി ഔട്ട് കൊടുത്ത് പിന്നെ ഐ ഇൻക്രിമെൻ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതും ഞാൻ കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ 0 to 4 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് കേട്ടോ എഴുതുന്നത്. ഇനി ഡൂവിൻ്റെ ആ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മൾ വെറുതെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്താണ് കണ്ടീഷൻ വൈൽ ആയിട്ട് കൊടുക്കുന്നത്. ഒരു മിനിറ്റ് മാറിപ്പോയി. വൈല് നമ്മൾ ബ്രാക്കറ്റിന് പുറത്താണ് കേട്ടോ കൊടുക്കേണ്ടത്. വൈല് കണ്ടീഷൻ കൊടുക്കുക, ഐ ലെസ് ദാൻ 5 കൊടുക്കുക, എന്നിട്ട് വൈൽ കണ്ടീഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിന് പുറത്ത് വന്നിട്ട് സെമിക്കോളനും കൊടുക്കുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇത് റൺ ചെയ്തപ്പോൾ നമ്മൾ ബാക്കി 2 ലൂപ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി ഈ നേരത്തെ പറഞ്ഞ എടുത്തു ചാടിയുള്ള പെരുമാറ്റത്തിൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിട്ടാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ പ്രകാരം 5 താഴെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ ഈ ഒരു ഐ പ്രിൻ്റ് ചെയ്യാവൂ. ഇതാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ലോജിക്ക്. ഇപ്പോൾ സപ്പോസ് ഐയുടെ വാല്യൂ 6 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് വരിക, അതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സാധാരണ വൈൽ ലൂപ്പൊക്കെ ആണെങ്കിൽ ടെർമിനേഷനേ നടക്കൂല, ടെർമിനേഷൻ പോട്ടെ എക്സിക്യൂഷനേ നടക്കത്തില്ല. പക്ഷേ ഡു വൈലിൻ്റെ കേസിൽ എക്സിക്യൂഷൻ നടക്കും. കാണിച്ചു തരാം. കണ്ടോ, 6 പ്രിൻ്റായി വന്നിട്ടുണ്ട്. ആക്ച്വലി 6 പ്രിൻ്റ് ആവാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വൈൽ ലൂപ്പ് അല്ല ഇത്. ഇതിൽ നമ്മൾ ഡൂ ആയിരിക്കും ആദ്യം കയറി എക്സിക്യൂട്ട് ആവുക. അപ്പോൾ 6 കയറി പ്രിൻ്റ് ചെയ്യും, 7 ആയിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് ആയിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അയ്യോ ഐനേലും ഐയുടെ വാല്യൂ 5 ലെസ് ദാൻ ആയിട്ടാണ് വേണ്ടിയിരുന്നതെന്നുള്ളത് അപ്പോഴാണ് ലൂപ്പിന് മനസ്സിലാവുക. അപ്പോൾ 6 അപ്പോഴേക്കും പ്രിൻ്റായി, പക്ഷെ 7 തൊട്ടിട്ടുള്ള സാധനങ്ങൾ പ്രിൻ്റ് ആവത്തില്ല. ഇതാണ് ഡു വൈലിൻ്റെ ഒരു പർപ്പസ് വന്നത്. അപ്പോൾ ഇങ്ങനെ 3 ലൂപ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇതില്ലേ ഒരു എന്താ പറയുക, ഈവൻ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുക, അത് ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സമയം ഈവനും ഓഡ് നമ്പേഴ്സും മാത്രമായിട്ട്, അല്ലെങ്കിൽ 2 വെച്ചിട്ട് ഡിവിഡൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സും 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും മാത്രം പ്രിൻ്റ് ചെയ്ത് കാണിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൂപ്പിനെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പോൾ ലൂപ്പും ഇഫും എൽസും സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. പിന്നെ ഫിസ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതായത് 5 ആണെങ്കിൽ ബസ്, അതല്ലെങ്കിൽ ഫിസ്, അങ്ങനത്തെ പ്രോഗ്രാംസ് എഴുതി നോക്കുകയാണെങ്കിൽ ലൂപ്പിനെ പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. പിന്നെ അതേപോലെ ഇത് ഡിക്രിമെൻ്റ് ചെയ്യാൻ വേറൊന്നുമില്ല, ഈ i++ എന്നുള്ളത്
ഐ മൈനസ് മൈനസ് ആക്കിയാലും മതി. അതല്ല ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ നമ്പർ വെച്ചിട്ടാണ് ഡിക്രിമെൻ്റ് ചെയ്യേണ്ടെങ്കിൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 3 എന്നും പറഞ്ഞിട്ട് കൊടുത്താലും മതി. അപ്പം അങ്ങനെ ഡിക്രിമെൻ്റ് ചെയ്ത് ഇപ്പോൾ 10 തൊട്ട് 0 വരെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലൂപ്പ് കുറച്ചുകൂടി ഫെമിലിയർ ആവും.